മുടിയെല്ലാം അങ്ങ് പൊഴിഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം നരയ്ക്കാനും തുടങ്ങി. വയസ്സായി വരികയല്ലേ. നരയ്ക്കാൻ തുടങ്ങിയപ്പം ഹായ് ഗൈസ്, നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ കുറച്ച് ഹെയർ കെയറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കുറേ മുന്നേ എന്നെ കണ്ടിട്ടുള്ള ആൾക്കാർക്കെല്ലാം അറിയാം, എന്നെ പേഴ്സണലായിട്ട് അറിയുന്നവർക്കും അറിയാം. എൻ്റെ മുടി ഭയങ്കര ചുരുണ്ട മുടിയായിരുന്നു. ചുരുണ്ട മുടി, കുറുങ്ക മുടി, പിന്നെന്താണ് കേളി ഹെയർ ആയിരുന്നു. അപ്പോൾ എല്ലാ ചുരുണ്ട മുടിയുള്ള ആൾക്കാരുടെ ആഗ്രഹം പോലെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, മുടി നീണ്ടും എങ്ങനെ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ഈ ക്രൗൺ ഏരിയ മാത്രം ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് ക്രൗൺ ഏരിയയിൽ ഇങ്ങനെ മുടി ഇങ്ങനെ കിളിച്ച് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും മുടി മുഴുവനും ചെയ്തു. അപ്പോഴത്തേക്കിന് രണ്ടാം പ്രാവശ്യം ചെയ്തപ്പോൾ ഈ ക്രൗൺ ഏരിയ ചെയ്ത മുടി അങ്ങനെ സോഫ്റ്റായിട്ട് അതിങ്ങനെ പൊട്ടി നമ്മുടെ മുഖത്തോട്ടൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് മാറ്റുന്നുണ്ടെങ്കിൽ അത് പൊട്ടി പൊട്ടി പോകാൻ തുടങ്ങി. അത്രയും അങ്ങ് സോഫ്റ്റായി. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ എന്താണ് കെരാറ്റിൻ ചെയ്ത മുടിക്ക് നല്ല ഹെൽത്ത് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും അത് ചെയ്തു. അത് ചെയ്ത് വീണ്ടും ഈ കെരാറ്റിനെ മുടി ഇവിടെ ഇങ്ങനെ 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 വരും, എന്നിട്ട് താഴോട്ട് ഇങ്ങനെ നീണ്ടു കിടക്കും. അതങ്ങ് വൃത്തികേടാകുമ്പോൾ ആ വൃത്തികേടങ്ങ് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഓരോന്ന് ചെയ്യുന്നത്. അങ്ങനെ ഇങ്ങനെ കെരാറ്റിൻ ചെയ്തു. അപ്പോഴും മുടിക്ക് പ്രത്യേകിച്ച് മുടി കൊഴിച്ചിൽ തുടങ്ങി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും മുടി ഇങ്ങനെ പൊങ്ങി വന്ന സമയത്ത് ബോട്ടോക്സ് ചെയ്തു. ബോട്ടോക്സ് ചെയ്ത് പിന്നെ ഒന്നും പറയണ്ട, വില കൂടിയ സാധനങ്ങൾ ചെയ്ത് മുടിയെല്ലാം പൊട്ടി. എനിക്ക് കാണിക്കാൻ പോലും വയ്യാത്ത അത്രയും സങ്കടമായി എൻ്റെ മുടിയെ കൊണ്ട്. ഞാൻ ഭയങ്കര വിഷമമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം കിളിച്ച് വരുന്നതാണിത്. ഇനി എനിക്ക് എൻ്റെ മുഖം എങ്ങനെ ഇരിക്കുന്നു എന്ന് എനിക്ക് അറിയേ. ചില ആൾക്കാർ പറയും, അയ്യോ അത് ചെയ്താൽ പിന്നെ അതിൻ്റെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. അവർ പറഞ്ഞ മറ്റേ ഷാമ്പൂ, കണ്ടീഷണർ, സിറം എല്ലാം ഞാൻ അവർ പറഞ്ഞ അതേപോലെ ഇന്ന് വരെയും ഫോളോ ചെയ്തു. ഈ നമ്മളിങ്ങനെ ഇതൊക്കെ ചെയ്ത് ബോട്ടോക്സ് ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ആൾക്കാർ ആദ്യം പറയുന്നത് അത് അവർ പറയുന്നത് പോലെയൊക്കെ ചെയ്യണം. അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്താൽ മുടി കേടുവരുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഞാനതുകൊണ്ട് ആമി ചെയ്യാമെന്ന് പറഞ്ഞു. അവളതിന് പറഞ്ഞ അമ്മയും മോളും പോയി ചിലവാക്കി ചെയ്തു. ഇനി എന്നെ കൊണ്ട് ചെയ്യിക്കാതിരിക്കാനുള്ള അടവിന് പറയണം. മുടിയെല്ലാം അങ്ങ് പൊഴിഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം നരയ്ക്കാനും തുടങ്ങി. വയസ്സായി വരികയല്ലേ. നരയ്ക്കാൻ തുടങ്ങിയപ്പം കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ ഡൈ ചെയ്തെങ്കിലും ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായി കണ്ടുപിടിച്ച ഒരു ഹെയർ കെയർ പാക്കാണ്. അത് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഇത് റോസ്മേരിയാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ആ റോസ്മേരി, ഫ്ലാക്സ് സീഡ്, ഉലുവയാണ് വേണ്ടത്. ഞാൻ ഉലുവ പൊടിച്ചതാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് മൂന്നും കൂടി പൊടിച്ച് നമുക്ക് എടുക്കാം. ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. എല്ലാം ഒരേ അളവിലാണ് കേട്ടോ എടുത്തത്. ഇതുപോലെ പൊടിച്ചെടുക്കണം. അങ്ങ് ഫൈനായിട്ടൊന്നും പൊടിക്കണമെന്നില്ല, പക്ഷേ ഇതിപ്പോൾ പുതിയ ജാറായതുകൊണ്ടാണെന്ന് തോന്നുന്നു നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞു. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിക്കാം. നമ്മൾ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം പൊടിച്ച് അതേ ജാറിലേക്ക് തന്നെ ഒരു വെളുത്തുള്ളി, ഒരു ചെറിയ ഉള്ളി. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ തലയിൽ താരനോ പേനോ ഒക്കെ ഉള്ളവർ ഇത് ചേർക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിലും ചെറിയ ഉള്ളിയുടെ നീര് മുടി വളർന്നതിന് നല്ലതാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇത്ര ഇടുക. അതിനുശേഷം ഒരു 2 സ്പൂൺ തൈര്, അതിലേക്ക് പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ഒരു 3-4 ഇല. ഇനിയാണ് പ്രധാന ഇൻഗ്രീഡിയൻറ്റ്, ആവണക്കെണ്ണ. ഉണ്ടോ? ഇത് ഞാനിപ്പോൾ എനിക്ക് മാത്രമായിട്ടാണ്, ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 1/2 സ്പൂണായിട്ട് ഒഴിക്കുക. ഇച്ചിരി കൂടിയെന്ന് തോന്നും, ഒഴിക്കുക. ആവണക്കെണ്ണയാണ് ഒഴിച്ചതിന് ശേഷം നമ്മൾ തലയിൽ എന്താണോ തേക്കുന്നത്, വെളിച്ചെണ്ണയാണോ എന്തെങ്കിലും കാച്ചെണ്ണയാണോ അതെന്താണെന്ന് വെച്ചാൽ അത് ഒരു സ്പൂൺ അളവിൽ ഒഴിക്കുക. ഈ ആവണക്കെണ്ണ എന്ന് പറയുന്നത് നല്ല സ്മെല്ലുണ്ടാവും. അതുകൊണ്ട് പിന്നെ ഷാമ്പൂ ചെയ്തും കളഞ്ഞാൽ മതി. ഫൈനലി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച അത് മൂന്നും കൂടെ ചേർക്കുക. എന്നിട്ട് ഇത് നന്നായി അരച്ചെടുത്തേച്ച് തലയിൽ, മുടിയിലും, തലയുടെ മുകളിലും താഴേക്കുള്ള മുടിയിലും എല്ലാം കൂടെ തേച്ച് പിടിപ്പിക്കാം. ഞാൻ അരച്ചിട്ട് കാണിക്കാം. അരയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇതിപ്പോൾ എന്താ പറയുക, കുറച്ച് സാധനങ്ങളെ ഉണ്ടായതുകൊണ്ട് കറിവേപ്പിലൊക്കെ ഇങ്ങനെയാണ് അരയുക. അതുകൊണ്ടൊന്നും സാരമില്ല. അത് അരഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ഇത് അതിൽ നിന്ന് വരുന്ന ആ നീര് എന്തായാലും നമ്മൾക്ക് ഇതിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് വാരി തലയിൽ പുരട്ടുക. ഒരു അരമണിക്കൂർ നമ്മുടെ തലയിൽ, 1 മണിക്കൂർ തലയിൽ വെച്ച് നല്ലപോലെ ഉണങ്ങുന്നത് വരെ വെച്ചിട്ട് അങ്ങ് കഴുകി കളയുക.
അപ്പോൾ ഈ വെളുത്തുള്ളിയും വെളുത്തുള്ളി പെയിനും താരനും ഉള്ളവർ നോക്കിയാൽ മതി. പിന്നെ ബാക്കിയെല്ലാം മസ്റ്റായിട്ടും ഈ ആവണക്കെണ്ണ എന്ന് പറയുന്ന സാധനം ഒഴിവാക്കാനേ പാടില്ല. അതാണ് ഇതിൻ്റെ മെയിൻ. ആവണക്കെണ്ണ നമ്മളിത് ഇങ്ങനെ തേക്കാൻ, സാധാരണ ആവണക്കെണ്ണ നമ്മുടെ തലയിൽ തേക്കാൻ നോക്കിയാൽ പറ്റത്തില്ല, ഒരു കട്ടിയാണ് അതിന്. അപ്പോൾ അത് ഈ വെളിച്ചെണ്ണയുടെ കൂടെ മിക്സ് ചെയ്ത് നമ്മൾ തലയിൽ തേക്കുന്ന ഏത് എണ്ണയുടെയും കൂടെ മിക്സ് ചെയ്ത് ഇതിൽ അരച്ചെടുക്കുമ്പോൾ നമ്മൾ നല്ല ഇതായിട്ട് നമുക്ക് തലയിൽ തേക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് തലയിൽ തേച്ചിട്ട് വരാം. മുടിയിലെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയും. പിന്നെ നിങ്ങൾ ഇത് ഈ ആവണക്കെണ്ണ ഉണ്ടായത് കാരണം ഇച്ചിരി തിക്കാവും. അപ്പോൾ നമ്മൾ അതൊന്ന് അരച്ച് കഴിഞ്ഞിട്ട് തിക്കായിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് തൈരും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് വേണം തേക്കാൻ. ഞാനിപ്പം കുറച്ച് തൈരും കൂടെ ചേർത്ത് എൻ്റെ തലയിൽ. അപ്പോൾ ബായ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.